ഹലോ, 20th ജാനുവരി 2026 ഞങ്ങളുടെ ഫസ്റ്റത്തെ വെഡിങ് ആനിവേഴ്സറി. അതുകൊണ്ട് തന്നെ എന്നെ സർപ്രൈസ് ചെയ്തുകൊണ്ടായിരുന്നു ഈ ജേർണി സ്റ്റാർട്ട് ചെയ്തത്. 1 ഡേ സ്റ്റേ ആണെന്ന് മാത്രമായിരുന്നു എനിക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു ക്ലൂ. സത്യം പറയാലോ, സ്റ്റേ ആണെന്ന് കേട്ടപ്പോൾ എല്ലാവരുടെയും പോലെ തന്നെ ഞാനും വിചാരിച്ചത് ഏതെങ്കിലും ഒരു ഹോട്ടലിൽ ഏതെങ്കിലും ഒരു റൂമായിരിക്കും എന്നാണ്. പക്ഷെ അങ്ങനെ അല്ലായിരുന്നു. നമുക്ക് വേണ്ടി മാത്രമായിട്ടൊരു വീട്, ചുറ്റും കാടും മലയൊക്കെ ആയിട്ട്. ആക്ച്വലി ഞാൻ ഈ വീടിനിട്ടേക്കുന്ന പേര് ഹട്ട് എന്നാണ്. അതിനുള്ള റീസൺ വഴിയേ മനസ്സിലാവും. ഇതാണ് നമ്മുടെ ഹട്ട്. അത്യാവശ്യം ഹൈറ്റുള്ള ഏതൊരു മനുഷ്യനും ഇതിനകത്ത് കയറണമെങ്കിൽ തലൊന്ന് കുനിക്കണം. ഡോർ തുറന്നു കഴിഞ്ഞപ്പോൾ ശരിക്കും മാജിക്കൽ സ്പേസ് ആയിരുന്നു അതിൻ്റെ ഉള്ളിൽ. ബെഡിൽ കിടന്നിട്ട് പുറത്തോട്ടുള്ള വ്യൂ കിടിലായിരുന്നു. മലയും മഴയും മഞ്ഞും കാറ്റും എല്ലാം ആയിട്ട് അടിപൊളിയായിരുന്നു. ലക്കിലി ഞങ്ങൾ പോയ ദിവസം ഫോഗും കൂടിയുള്ള ദിവസമായിരുന്നു. അപ്പോൾ അതിൻ്റെ ബ്യൂട്ടി എന്തായിരിക്കും പറയേണ്ട ആവശ്യമില്ലല്ലോ. ഹട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും കാണുന്ന ഒരു ക്ലീഷേ ടൈപ്പ് വീടല്ലായിരുന്നു. മോറോവർ ഒരു ഈസ്തറ്റിക് ടൈപ്പ് വീടാണ് ഇത്. ഹട്ടിലെ അടുത്ത ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒന്നായിരുന്നു ഈ വാഷ്റൂം. നമ്മൾ എപ്പോഴും കാണുന്ന പോലെ അല്ലാതെ എല്ലാം വളരെ യുണീക്ക് ആയിട്ടാണ് എനിക്കിവിടെ തോന്നിയത്. ഇതൊന്നും കൂടാതെ തന്നെ ഔട്ട്സൈഡ് നമുക്ക് ഇതുപോലൊരു ഹോട്ട് ബാത്ത് ടബ് കൂടി ഉണ്ട്. ഞങ്ങൾ കൂടുതൽ ടൈമും സ്പെൻഡ് ചെയ്തത് ഈ ബാത്ത് ടബിലായിരുന്നു. സത്യം പറയാലോ, നൈറ്റിൽ ഇത്രയും തണുപ്പിൽ ആ വാം വാട്ടറിൽ ലൈറ്റൊക്കെ കണ്ട് കിടക്കാന്ന് പറയുന്നത് ഭയങ്കര റിലാക്സിങ് ആയിരുന്നു. കുക്ക് ചെയ്യാനായിട്ട് അവിടെ കിച്ചൺ ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മൾ ചെന്ന ഉടനെ തന്നെ ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. പാതിരാത്രി എനിക്ക് വീണ്ടും വിശന്നപ്പോൾ ഏബലിൻ്റെ ഐഡിയ ആയിരുന്നു ചിക്കൻ റാപ്പ് നമ്മൾ പാനിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്യുക. ബാലൻസ് വന്ന മീറ്റ് നമ്മൾ അതിലേക്ക് ഇടുക. ചീസ് അതിനകത്തേക്ക് മിക്സ് ചെയ്യുക, ട്വിസ്റ്റ് ചെയ്യുക, വീണ്ടും ഹീറ്റ് ചെയ്യുക. ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ റാപ്പ് റെഡി. നാട്ടിലൊരു ഷവർമയുടെ ടേസ്റ്റ് ആയിരുന്നു എനിക്കിത് കഴിച്ചപ്പോൾ ഫീൽ ചെയ്തത്. ഇതൊന്നും കൂടാതെ നൈറ്റ് ആയപ്പോൾ നമ്മൾ അവിടെ തൊട്ടടുത്തുള്ളൊരു പബ്ബിൽ പോയി അവിടുത്തെ സിഗ്നേച്ചർ ഐറ്റംസ് നമ്മൾ ട്രൈ ചെയ്തു. അവിടുത്തെ തന്നെ ഒരു സിഗ്നേച്ചർ ആയിട്ടായിരുന്നു ബീഫ് ആലി. സ്ലോ കുക്ക്ഡ് ബീഫാണ് അത് സെർവ് ചെയ്യുന്നത് വിത്ത് ബ്രെഡ്. പക്ഷേ ഇറ്റ്സ് വെരി ടേസ്റ്റി. അന്നത്തെ ഡേ വളരെ കുറച്ചു നേരം മാത്രമായിരുന്നു ഞങ്ങൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നത്. രാവിലെ 11 മണിക്കായിരുന്നു നമ്മുടെ ചെക്കൗട്ട്. അതുകൊണ്ട് തന്നെ രാവിലെ ഒരു ബാത്ത് ഡേറ്റ് എടുക്കാന്ന് ഞങ്ങൾ അങ്ങോട്ട് തീരുമാനിച്ചു. ബാത്ത് ബോംബൊക്കെ ഇട്ട് എല്ലാം സെറ്റായി കുറച്ചു നേരം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത് ഇന്നലത്തെ വൈബായിരുന്നു കുറച്ചും കൂടി അടിപൊളിയെന്ന്. പിന്നെന്ത് ചെയ്യാനാ, എല്ലാ സാധനങ്ങളും എടുത്ത് പുറത്തോട്ട് പോയി. എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് നൈറ്റിനേക്കാൾ ഇഷ്ടപ്പെട്ടത് രാവിലെ ആയിരുന്നു. എബലിന് നേരെ തിരിച്ചു. മാക്സിമം ടൈം നമ്മൾ അവിടെ എൻജോയ് ചെയ്തിട്ട് കൃത്യം 11 മണിയായപ്പോൾ നമ്മൾ അവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്തു.